മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കുടുംബ രാഷ്ട്രീയത്തിനു കൂടിയാണ് ഇത്തവണ കനത്ത തിരിച്ചടി നേരിട്ടത്. തങ്ങളുടെ പൊന്നാപുരം കോട്ടയെന്ന് ശിവസേന കണക്കുകൂട്ടിയ മുംബൈയും പവാർ കുടുംബത്തിന്റെയും ശക്തികേന്ദ്രമായ പൂനെ മേഖലയും കാവി കൊടുങ്കാറ്റിൽ കടപുഴകി. വികസനവും ദേശീയതയും ഹിന്ദുത്വവും സമം ചേർത്ത് മറാഠ രാഷ്ട്രീയത്തിൽ നിറഞ്ഞാടുകയാണ് BJP. മാതോശ്രീയിൽ നിന്നുള്ള കൽപ്പനകളായിരുന്നു ഹിന്ദു ഹൃദയ സമ്രാട്ട് ബാലാസാഹേബ് താക്കറെയുടെ കാലം മുതൽ മുംബൈക്കാർക്ക് വേദവാക്യം. എന്നാൽ ബാലാസാഹേബിന്റെ നിലപാടുകളിൽ നിന്നും മകനും അനന്തരവനും വ്യതിചലിച്ചതോടെ നഗരം അവരെ കൈവിട്ടു. വികസനവും ദേശീയതയും ഹിന്ദുത്വവും സമം ചേർത്ത് BJPയും ബാൽ താക്കറയുടെ വത്സല ശിഷ്യൻ ഏക്നാഥ് ഷിൻഡെയും കളമറിഞ്ഞ് കളിച്ചതോടെ ഏഷ്യയിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ദേശീയതയുടെ പക്ഷത്തേക്ക് ചാഞ്ഞു. 25 വർഷങ്ങളോളം നീണ്ട താക്കറെ കുടുംബത്തിന്റെ ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ BJP മുംബൈ കോർപ്പറേഷൻ പിടിച്ചെടുത്തത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്ധവ് താക്കറെ രാജ് താക്കറെയുമായി സഖ്യം രൂപീകരിച്ചെങ്കിലും ആ പരീക്ഷണവും പാളി. സമാനമായ സാഹചര്യമാണ് പൂനെ, പിംപ്രി ചിഞ്ച്വാഡ് മേഖലകളിൽ പവാർ കുടുംബത്തിനും സംഭവിച്ചത്. മഹായുതി സഖ്യത്തിനൊപ്പം ഉണ്ടായിരുന്ന അജിത് പവാർ കുടുംബാധിപത്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ശരത് പവാറുമായി കൂട്ടുചേർന്നാണ് ഈ മേഖലയിൽ മത്സരിച്ചത്. എന്നാൽ 90-ലധികം സീറ്റുകളുമായി പടുകൂറ്റൻ വിജയമാണ് BJP ഇവിടെ നേടിയത്. മുസ്ലിം വോട്ടുകൾ ശക്തമായ മേഖലകളിൽ പോലും BJP ജയിച്ചു കയറുന്ന സാഹചര്യമുണ്ടായി. വികസന രാഷ്ട്രീയത്തിന് മുന്നിൽ വിഘടനവാദവും കുടുംബാധിപത്യവും വ്യക്തിയാധിഷ്ഠിത രാഷ്ട്രീയവും ഇനി വിലപ്പോകില്ലെന്ന സന്ദേശം കൂടിയാണ് ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.